മാത്രവുമല്ല, നമ്മൾ കൊടുക്കുന്ന കേസ് ഒരു ജെന്യൂൻ കേസാണെങ്കിൽ, സത്യസന്ധമായ ഒരു കേസാണ്, കൃത്യമായ തെളിവുകളുള്ള ഒരു കേസാണെങ്കിൽ തീർച്ചയായിട്ടും സൈബർ ബുള്ളിങ്ങിലേക്ക് വരത്തില്ല. കാരണം നിരവധി കേസുകൾ എനിക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് പേടിയാണ്, എനിക്ക് പോലീസിൽ ചെന്നാൽ നീതി കിട്ടില്ല എന്നൊക്കെ പറയുന്ന പല പെൺകുട്ടികളെ, സ്ത്രീകളെ എനിക്കറിയാം. അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഈ കൊഗ്നൈസബിൾ ഒഫൻസ് ആയിട്ടുള്ള ഒഫൻസാണ്, അതായത് പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന ഒഫൻസ് ആണെങ്കിൽ, ഈ ഉദാഹരണത്തിന് സ്ത്രീയുടെ സ്ത്രീത്വത്തെ അവമാനിച്ചുകൊണ്ട് വളരെ മ്ലേച്ഛമായ അല്ലെങ്കിൽ അറപ്പുളവാക്കുന്ന ഭാഷയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്നതാണ്. അല്ലാതെ മാനഹാനി വരുത്തുന്ന കേസുകൾ അല്ലെങ്കിൽ നമ്മളെ അപകീർത്തിപ്പെടുത്തി എന്നൊക്കെ വരുമ്പോഴാണ് അത് നോൺ കോഗ്നൈസബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് നമ്മളോട് കോടതിയിൽ പോകാനായിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്കത് കോടതിയിൽ പോയിട്ട് നമുക്ക് ക്രിമിനൽ നിംസി ഫയൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ നിരവധി കേസുകൾ നടക്കുന്നതായിട്ട് എനിക്കറിയാം. അപ്പോൾ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഭാഗത്ത് കൃത്യമായിട്ടും തെളിവുകളും നിങ്ങളുടെ ഭാഗത്ത് ശരികളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സൈബർ ബുള്ളിങ്ങിനെയും ഭയക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് പോലീസിൽ ചെന്ന്, പക്ഷേ ഈ പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന പരാതിയുടെ ഇൻഗ്രീഡിയൻ്റ് എന്താണോ അതിന് അനുസൃതമായിട്ടുള്ള തെളിവുകൾ നമ്മുടെ പക്കലുണ്ടായിരിക്കണം, ഡിജിറ്റലായാലും അല്ലാതെ ആയാലും. അങ്ങനെയുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിക്കും ഒന്നിനെയും ഭയക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇവിടെ ചില പെൺകുട്ടികൾ, ചില അതിജീവിതമാർ മാത്രം ഈ മുഖ്യമന്ത്രിയെ നേരിട്ട് എന്ന് പരാതി കൊടുക്കുന്ന രീതി ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ, ഒരു പുരുഷനിൽ നിന്ന് നമുക്കൊരു എന്തെങ്കിലും പീഡനമായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ മോശമായിട്ടുള്ള സമീപനമായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളോട് സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചെന്നായിക്കോട്ടെ, ഇതൊക്കെ തന്നെ നമ്മൾ പരാതി കൊടുക്കേണ്ടത് ഒരിക്കലും മുഖ്യമന്ത്രിയുടെ മുൻപിലല്ല. നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മളുടെ എല്ലാവർക്കും നമ്മുടെ പോലീസ് സ്റ്റേഷന് ഒരു പരിധിയുണ്ട്, ജൂറിസ്ഡിക്ഷൻ എന്ന് പറയും. അവിടെയാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത്. ഇപ്പം പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. കേരളത്തിൽ നമുക്ക് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഏത് പോലീസ് സ്റ്റേഷനിലും നമ്മൾക്ക് അവിടെ ഇത് റിപ്പോർട്ട് ചെയ്യാം. നമ്മുടെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് 0 FIR ഇടാം. അതിനുശേഷം വന്ന് നമ്മുടെ ശരിക്കുമുള്ള പോലീസ് സ്റ്റേഷനിൽ അത് യഥാർത്ഥ FIR ഇടാം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരുപാട് പോലീസ് സ്റ്റേഷനുകളുണ്ട്. അവരൊക്കെ തന്നെ കൃത്യമായിട്ട് ഈ സ്ത്രീകൾ എഴുതി കൊടുക്കുന്ന പരാതികൾ അതിനകത്തൊരു കോഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ അവർ FIR ഇട്ട് കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില പോലീസ് സ്റ്റേഷനുകളിൽ അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെയുള്ള ആ സ്ത്രീകളോട് ഞാൻ പറയാറുണ്ട്, നിങ്ങളത് ക്രിമിനൽ നിംസി ആയിട്ട് CMB ആയിട്ട് ഫയൽ ചെയ്യാൻ പറയാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മൾ അതിജീവിതയെന്നോ ഇരയെന്നോ ഒക്കെ വിളിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഭാഗത്ത് നമ്മൾ അതിജീവിതയാണ് അല്ലെ ഇരകളാണെന്നുള്ളതിൻ്റെ തെളിവുകളുണ്ടായിരിക്കണം. നമ്മൾക്ക് ആരോപണങ്ങൾ നമ്മൾക്ക് ആർക്കെതിരെയും പറയാം. അതുപോലെ പരാതികൾ ആർക്കെതിരെ വേണമെങ്കിലും നമുക്ക് പരാതി കൊടുക്കാം. അത് വ്യാജ പരാതികളാണ് അധികവും പോലീസ് സ്റ്റേഷനിൽ വരുന്നതെന്ന് പോലീസ് സ്റ്റേഷനിൽ തന്നെയുള്ള SHOമാരടക്കമുള്ള അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ തന്നെ പറയാറുണ്ട്, നമ്മൾക്ക് വരുന്ന കൂടുതൽ പരാതികളും വ്യാജമാണ്. അത് വ്യാജ പരാതികൾ കൊടുത്ത് പലരെയും ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് ഒരുപാട് പേര്, എനിക്കടക്കം ഒരുപാട് അനുഭവങ്ങളുള്ളവരുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കെതിരെ ഒരാൾ വ്യാജ പരാതി കൊടുത്തു വന്നിരിക്കട്ടെ, ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യാജ പരാതി കൊടുത്തു വന്നിരിക്കട്ടെ. ഈ വ്യാജ പരാതി കൊടുത്തതിന് ആസ്പദമായിട്ടുള്ള, അടിസ്ഥാനപരമായിട്ട് അവർ പരാതിയിൽ കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്, അതായത് വ്യാജ പരാതി കൊടുക്കുമ്പോൾ അവർ ഇൻഗ്രീഡിയൻറ്റ് എഴുതി കൊടുക്കുമല്ലോ ഇന്ന കാരണങ്ങളാണെന്ന്, ആസ്പദമായിട്ടുള്ള തെളിവുകൾ പോലീസ് സ്റ്റേഷനിൽ അവർ ഹാജരാക്കണം. പരാതിക്കാർ അത് ഹാജരാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും? എതിർ കക്ഷിയെ ഈ പോലീസ് സ്റ്റേഷനിൽ നമ്മളെ ഫോൺ ചെയ്ത് വിളിക്കാറുണ്ട്. മിക്കവാറും ഫോൺ ചെയ്യുമ്പോൾ അത്യാവശ്യം നിയമം അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ അവർ പറയാറുണ്ട്, ഞങ്ങൾക്ക് നോട്ടീസ് തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ സ്റ്റേഷനിൽ ഹാജരാകൂ, ഓറൽ സമൺ ചെയ്താൽ ഞങ്ങൾ വരാറില്ല എന്ന് പോലീസുകാരോട് പറയാറുണ്ട്. എന്നാൽ ചില ആൾക്കാർക്കൊക്കെ ഈ നിയമത്തെ പറ്റി വലിയ ധാരണയില്ലാത്ത ആൾക്കാരാണെങ്കിൽ സംസാരിക്കും കാര്യങ്ങളെപ്പറ്റി. വ്യാജമാണ്, പരാതി തെറ്റാണ്, അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ പോലീസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അവിടെ വെച്ചത് ക്ലോസ് ചെയ്യുകയാണ്. അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട, പരാതിക്കാരായിട്ടുള്ള വ്യക്തികൾ ചെയ്തിട്ടുള്ളത് വ്യാജ പരാതിയാണെങ്കിൽ എതിർ ഭാഗത്ത് നിൽക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അവരെ സംബന്ധിച്ച് അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അവർ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, അവർ കൊടുത്ത പരാതിയുടെ കോപ്പി നമ്മൾക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം നമുക്ക് ലഭിക്കുന്നതാണ്. ഇതെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? വ്യാജ പരാതി കൊടുത്ത പരാതിക്കാർക്കെതിരെ അവർക്കെതിരെ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മൾ അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ പരാതി കൊടുക്കണം. അങ്ങനെ പല പോലീസ് സ്റ്റേഷനിലും KP ആക്ടിൽ 170D എന്നൊരു വകുപ്പ് വെച്ചിട്ട് തീർച്ചയായിട്ടും പോലീസിന് ഈ വ്യാജ പരാതി കൊടുക്കുന്നവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് തരാവുന്നതാണ്. കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചാൽ അതൊക്കെ കേസുമായിട്ട് മുന്നോട്ട് പോകാവുന്നതുമാണ്. ഇതേപോലത്തെ വ്യാജ പരാതികൾ കൊടുക്കുന്ന കുറെ ആൾക്കെങ്കിലും എതിരെ ഇതുപോലെ KP ആക്ട് 170D ഇട്ടിട്ട് പോലീസ് കേസ് രജിസ്റ്റർ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് കുറച്ച് കേസുകളെങ്കിലും കോടതിയിലെത്തിയാൽ ഈ വ്യാജ പരാതികൾ കൊടുക്കുന്ന കുറച്ച് ആൾക്കാർക്ക് അത് ഒരു അതിനൊരു അറുതി വരുത്താൻ പറ്റും. അവർക്കൊരു താക്കീതുമായിരിക്കും.
അത് മാത്രവുമല്ല, അഥവാ നമ്മൾ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോൾ അവർ വ്യാജ പരാതിക്കെതിരെ KP ആക്ട് 117D ഇട്ട് നമുക്ക് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോടതിയെ സമീപിക്കാവുന്നതാണ്.